പരിശുദ്ധ ഇസ്ലാം തീരെ വർഗീയതയെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും ചില പ്രയോഗങ്ങൾ നമുക്ക് കാണാം. ആ പ്രയോഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന യുക്തിവാദികളും അതുപോലെ തീരെ ബുദ്ധിയില്ലാത്ത എക്സ് മുസ്ലിം എന്ന് പറയുന്ന ബുദ്ധിയില്ലാത്ത കക്ഷികളും അതുപോലെ മറ്റ് പല ആളുകളുമുണ്ട്. അതുപോലെ ഭീകരവാദികളും അതുപോലെ തീവ്രവാദികളുമായി പ്രവർത്തിക്കുന്നവരും ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കും. അവിടെയെല്ലാം ഇസ്ലാം എന്താണ് എന്ന് പഠിപ്പിക്കുകയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉലമാക്കൾ. മഹാനായ സുൽത്താനുൽ ഉലമ ഈ അടുത്ത് നിമിഷപ്രിയ എന്ന ഒരു സ്ത്രീയെ തൂക്കുകയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പരിശ്രമിച്ചു. അപ്പോൾ ഇത്തരം കക്ഷികൾ ഉണ്ടാക്കിയ തെറ്റിദ്ധാരണകൾ നീങ്ങാൻ അത് വലിയ കാരണമായി. കാരണം മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിമീങ്ങളും ഒരു മതത്തിൽ, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാത്തവരാണെങ്കിലും അവരോടും കാരുണ്യവും അവർക്കും ഉപകാരവും ചെയ്യുന്ന ഒരു സമൂഹമാണ് എന്ന ഒരു ശരിയായ ദിശ നൽകാൻ ഉസ്താദ് അവറുകളുടെ ആ ഇടപെടൽ കൊണ്ട് ഉണ്ടായി എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാതല യുഖാതിലു എന്ന ഒരു പ്രയോഗം ഉപയോഗിച്ചു. ഖാതല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൊല്ലുക എന്നല്ല, പോരാടുക എന്നാണ്. ഉദാഹരണത്തിന് ഖാതിലുൽ മുശ്രിക്കീന കാഫത്തൻ കമാ യുഖാതിലൂനകും കാഫ. അൽ മുശ്രിക്കീൻ എന്നാണ് അവിടെ പ്രയോഗം. നിങ്ങളോട് ഇങ്ങോട്ട് പോരാട്ടത്തിന് വന്ന ആ ബഹുദൈവ വിശ്വാസികളെ അതേപോലെ നിങ്ങൾ അങ്ങോട്ടും പോരാടുക അവരോട് എന്നാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഇവിടെ അൽ മുശ്രിക്കീൻ എന്ന സ്ഥലത്ത് ഒരാൾ ബഹുദൈവ വിശ്വാസികളെ അവിടെ പോരാടുക എന്നർത്ഥം വെച്ചാൽ ആകെ തെറ്റിദ്ധാരണയാവും. ബഹുദൈവ വിശ്വാസികളോടൊക്കെ പോരാടണം എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ പറയേണ്ടത് ഖാതിലു കുല്ല മുശ്രിക്കിൻ എന്നാണ്. ഖാതിലു കുല്ല മുശ്രിക്കിൻ എന്ന് പറഞ്ഞാൽ എല്ലാ ബഹുദൈവ വിശ്വാസികളോടും പോരാടുക. അങ്ങനെയല്ല അവിടെ പറഞ്ഞു. ഖാതിലുൽ മുശ്രിക്കീൻ അൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധത്തിന് വരുന്ന, പോരാടുന്ന, നിങ്ങളുടെ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാത്ത, മക്കയിൽ ജീവിക്കാൻ അനുവദിക്കാത്ത ആ ടീമിനോട് നിങ്ങൾ പോരാടുക എന്നാണ്. അല്ലാതെ എല്ലാ മുശ്രിക്കിനോടും പോരാടുക എന്നല്ല. അസ്മാ ബീബി റളിയല്ലാഹു അൻഹ മുശ്രിക്കത്തായ ഉമ്മ വന്നപ്പോൾ ഉമ്മാക്ക് ഗുണം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ബുഖാരിയിലെ ഹദീസിൽ നമുക്ക് കാണാം, ഓ സിലീഹ, നീ ഗുണം ചെയ്യണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പട്ടിന്റെ വസ്ത്രം കൊടുത്തയച്ചപ്പോൾ പട്ടുവസ്ത്രം അത് ആഖിറത്തിൽ ഭാഗ്യമില്ലാത്തവനെ ധരിക്കുള്ളൂ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ അതിനെ നിരുത്സാഹപ്പെടുത്തിയതാണ്. പക്ഷേ നബി സല്ലല്ലാഹു തങ്ങൾ അങ്ങനെ ഒന്ന് കൊടുത്തയച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വല്ലാതെ പേടിയായി. എനിക്ക് അതിൽ ആഖിറത്തിലൊന്നും ഉണ്ടാവില്ല എന്ന് പേടിയായി. എനിക്ക് എന്താ കൊടുത്തേക്കാൻ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, തങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ലേ? അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് ധരിക്കാൻ വേണ്ടി കൊടുത്തയച്ചല്ലാറും. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ആ വസ്ത്രം തന്റെ മഹാനവറുകളുടെ മുശ്രിക്കായ ബഹുദൈവ വിശ്വാസിയായ സഹോദരന് കൊടുത്തയച്ചു. അപ്പൊ ബഹുദൈവ വിശ്വാസികൾക്ക് ഒരു ഗുണം ചെയ്യാൻ പാടില്ല എന്നല്ല ഇസ്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലുകും ഫിദ്ദീനി വലം യുഖ്രിജുകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിതീൻ എന്ന ആയത്ത് ഇമാം ബുഖാരി തന്നെ മുശ്രിക്കീങ്ങൾക്ക് ഹദിയ കൊടുക്കുന്നത്, മുശ്രിക്കീങ്ങളുടെ അഥവാ ബഹുദൈവ വിശ്വാസികളുടെ ഹദിയ ഇങ്ങോട്ട് സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ചും അവർക്ക് അങ്ങോട്ട് ഹദിയ കൊടുക്കുന്നതിനെ സംബന്ധിച്ചുമുള്ള അധ്യായം എടുത്തുകൊണ്ട് ഈ ആയത്ത് ഇമാം ബുഖാരി ഉദ്ധരിച്ചതായി നമുക്ക് കാണാം. ഇതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ ആ ആയത്തിന്റെ ശേഷം പറഞ്ഞൊരു വിഷയമുണ്ട്. എന്താണ്? ഖുർആനിൽ എവിടെ നിങ്ങൾ അൽ മുശ്രിക്കീൻ അല്ലെങ്കിൽ അൽ കുഫാർ അല്ലെങ്കിൽ അൽ കാഫിരീൻ എന്നൊക്കെയുള്ള ചില വാചകങ്ങൾ അവരോട് എതിർപ്പ് കാണിക്കണം എന്നോ അവരോട് നിങ്ങൾ പോരാടണമെന്നോ മറ്റോ കാണുന്ന ആയത്തുകൾ കാണുമ്പോൾ ലോകത്തുള്ള എല്ലാ അവിശ്വാസികളോടും ഇസ്ലാം മതം വിശ്വസിക്കാത്തവരോടൊക്കെ പോരാടുക എന്നോ യുദ്ധം ചെയ്യുക എന്നോ അവരെ കൊല്ലുക എന്നോ അങ്ങനെയൊന്നും അല്ല ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ട് വരുന്ന വലിയ അബദ്ധങ്ങൾ ഇവിടെ സംഭവിച്ചു പോകുന്നു. ഖുർആൻ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇന്നമാ യൻഹാകുമുല്ലാഹ്, സൗഹൃദം കാണിക്കാൻ പാടില്ല എന്ന് അല്ലാഹു തആല വിരോധിക്കുന്നത് ഏത് അവിശ്വാസികളെ കുറിച്ചാണ്? ഏത് ബഹുദൈവ വിശ്വാസികളെ കുറിച്ചാണ്? അനില്ലദീന ഖാതലുക്കും ഫിദ്ദീൻ, നിങ്ങൾ ഈ ദീൻ സ്വീകരിച്ചതിന്റെ പേരിൽ നിങ്ങളോട് പോരാട്ടം നടത്തുന്നവർ,
നിങ്ങൾ ഈ ദീൻ സ്വീകരിച്ചതിന്റെ പേരിൽ നിങ്ങളോട് പോരാട്ടം നടത്തുന്നവർ, വാഹ്റജൂക്കും മിൻ ദിയാരിക്കും, നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കാതെ പുറത്തേക്ക് തള്ളിവിടുന്നവർ, വലാഹറു അലാ ഇഖ്റാജിക്കും, നിങ്ങളെ അങ്ങനെ പുറത്താക്കുമ്പോൾ അതിന് സഹായം ചെയ്തു കൊടുക്കുന്നവർ, അന്തവല്ലൗഹും, അവരുമായിട്ടാണ് സൗഹാർദ്ദം പറ്റില്ല എന്ന് പറഞ്ഞു. അവരോട് സൗഹൃദം പാലിച്ചാലാണ് അക്രമിയാണ് എന്ന് പറഞ്ഞു. അല്ലാതെ കുല്ല മുശ്രിക്കിൻ എന്നല്ല, എല്ലാ ഓരോ ബഹുവിധ വിശ്വാസിയും എന്നല്ല അതിനർത്ഥം. മറിച്ച് ഈ വിധത്തിലുള്ളവർ എന്നാണ്. ഇത് മനസ്സിലാക്കാതെ യുക്തിവാദികളായ ആളുകൾ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ചില പ്രചരണങ്ങൾ നടത്തുന്നു. അതിൽപ്പെട്ട ഒന്നാണ് നമ്മളെ പള്ളികളിലൊക്കെ ബഹുദൈവ വിശ്വാസികൾക്കെതിരെ അവർ നശിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്ന ഒരു കുപ്രചരണം. ആ കുപ്രചരണം ഒരിക്കലും ശരിയല്ല. മറിച്ച് അതിന് അവർ ചൂണ്ടിക്കാണിക്കുന്ന ചില വാചകങ്ങളുണ്ട്. ആ വാചകങ്ങളുടെ ഒന്നും അർത്ഥം എല്ലാ ബഹുദൈവ വിശ്വാസികളെയും എന്നല്ല. മറിച്ച് ഞാൻ ഇവിടെ ഈ ആയത്തിനെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ കുല്ല മുശ്രിക്കിൻ എന്നോ കുല്ല കാഫിരിൻ എന്നോ അല്ല അവിടെ ഉള്ളത്. അവിടെയൊക്കെ ഉള്ളത് അൽ കാഫിരീൻ അല്ലെങ്കിൽ അൽ മുശ്രിക്കീൻ എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങളാണ്. ഈ പ്രയോഗങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാതെ ഉള്ള ആളുകളുടെ മുന്നിൽ വെച്ച് അവർക്ക് അതെടുത്ത് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ അത്തരം പ്രാർത്ഥനകൾ നടത്തുമ്പോൾ അവിടെ അതിന്റെ വിഷയം വിശദീകരിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യത മുസ്ലിം പണ്ഡിതന്മാർക്കുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഒരു ചെറിയ സൂചന ഞാൻ 2-3 ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് വെച്ച് നൽകി. അത് കേട്ടപ്പോൾ പലരും മനസ്സിലാക്കി അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ ഇനി ദ്വാരക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് ചിലർ മനസ്സിലാക്കി. അതിലെന്ത് കുഴപ്പമാണുള്ളത്? അതിൽ കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ചിലപ്പോ അതില്ല ശിർക്ക് വൽ മുശ്രിക്കീൻ എന്ന് പ്രാർത്ഥിച്ച ചില പണ്ഡിതന്മാർ അല്ലെങ്കിൽ വിവരമുള്ളവർ തന്നെ ഉണ്ടാകും. അവരുടെ ഉദ്ദേശം ഈ യുക്തിവാദി ദുർവ്യാഖ്യാനം ചെയ്തതുപോലെ എല്ലാ ബഹുദൈവ വിശ്വാസികളെയും നശിപ്പിക്കണം എന്നല്ല. മറിച്ച് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലും അതുപോലെ കഴിഞ്ഞുപോയ അമ്പിയാക്കളിൽ പലരുടെ കാലഘട്ടത്തിലും അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു സാഹചര്യമുണ്ട്. ബുഖാരിയിൽ നമുക്ക് ഒരു അധ്യായം കാണാം, ബാബു ദുആഇ അലൽ മുശ്രിക്കീൻ. എന്താണ് അതിന്റെ അർത്ഥം? ബാബു ദുആഇ അലൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞാൽ ഓരോ ബഹുദൈവ വിശ്വാസിക്കെതിരെയും പ്രാർത്ഥിക്കുന്ന അധ്യായം എന്നല്ല, മറിച്ച് അൽ മുശ്രിക്കീൻ എന്നാണ് അവിടെ പറഞ്ഞത്. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികളെ കൊന്നൊടുക്കി വലിയ അക്രമം ചെയ്തിരുന്ന ഒരു സംഭവമുണ്ടായി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത ദുആ, അല്ലാഹുമ്മ അഇന്നി അലൈഹിം ബിസബ്ഇൻ കസബി യൂസുഫ്, അതുപോലെ അല്ലാഹുമ്മ അലൈക ബി അബീ ജഹൽ, അല്ലാഹുമ്മ അൽഅൻ ഫുലാനൻ വ ഫുലാനൻ, ഇങ്ങനെയൊക്കെയുള്ള ദുആകൾ നടത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അവിടെ തന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചില കൂടുതൽ വിഷയങ്ങൾ തെറ്റിദ്ധാരണ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ തെറ്റിദ്ധാരണ സംഭവിക്കാതിരിക്കാൻ, മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ സംഭവിക്കാതിരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈസ ലക മിനൽ അംരി ശൈഅ എന്ന് പറഞ്ഞ ഒരു ആയത്ത് ഇറക്കിയതും അവിടെ ഇമാം ബുഖാരി എടുത്ത് ഉദ്ധരിച്ചതായി കാണാം. എന്നാൽ അതിന്റെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയും കൊന്നൊടുക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് പാർട്ടിയായി വന്നപ്പോൾ അവർക്കെതിരെ അല്ലാഹുമ്മ മുൻസിലൽ കിതാബ് സരീഅൽ ഹിസാബ് അഹ്സിമിൽ അഹ്സാബ് ഹസിംഹും വസൽസിൽഹും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതായി നമുക്ക് കാണാം. ഈ വന്ന ഞങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി വന്ന ഈ പാർട്ടികളെ, ഈ മുശ്രിക്കുകളെ നീ പരാജയപ്പെടുത്തണം എന്നാണ് അവിടെ ഉള്ളത്. അല്ലാതെ എല്ലാ ഓരോ മുശ്രിക്കിനെയും അവിടെ പരാജയപ്പെടുത്തണം എന്നല്ല ആ ദുആ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസം എല്ലാ വഖത്തിലും ഖുനൂത്ത് ഓതിയതായി ഹദീസിൽ കാണാം. അത് ഓതാനുണ്ടായിരുന്ന കാരണം ഇതേപോലെ വലിയ അക്രമം ചെയ്തപ്പോൾ ആ അക്രമം ചെയ്ത സമൂഹത്തിനെതിരെ എല്ലാം 5 വഖത്തിലും അവർക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചുകൊണ്ട് ഖുനൂത്ത്, അതൊരു പ്രത്യേക സാഹചര്യമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ നടത്തിയ ദുആകൾ, ആ ദുആകളെ എപ്പോഴും അതൊരു എപ്പോഴും നടത്തേണ്ട സംഭവമാണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല പണ്ഡിതന്മാർ. അതുകൊണ്ടാണ് 5 നേരത്തുമുള്ള ആ ഖുനൂത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്തു പോയി. അതേ സമയത്ത് നമ്മൾ ഹിദായത്തിന് വേണ്ടിയുള്ള ദുആ,
ആ ദുആ ഖുനൂത്ത് സുബ്ഹി നിസ്കാരത്തിൽ മാത്രം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാർ നിലനിർത്തി. സാഹചര്യങ്ങൾക്കനുസരിച്ചുണ്ടാകുന്ന ചില പ്രാർത്ഥനകൾ ഉണ്ടാവും. ആ പ്രാർത്ഥനകളെ അതൊരു പൊതുവൽക്കരിച്ച് അതെടുത്ത് ചൂണ്ടിക്കാണിച്ച് യുക്തിവാദികൾ ഇവർ പള്ളിയിൽ വെച്ച് അതേ അമുസ്ലിമുകൾക്കെതിരെ പ്രാർത്ഥിക്കുകയാണ്, ബഹുദൈവ വിശ്വാസികൾക്കെതിരെ പ്രാർത്ഥിക്കുകയാണ് എന്ന് പറയുന്നത് അവരുടെ രാജ്യത്ത് കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനുള്ള അവരുടെ കുൽസിത ശ്രമത്തിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം. ബാബു ദുആഇൽ മുശ്രിക്കീൻ എന്ന അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഖദിമത്ത് തുഫൈൽ ഇബ്നു അംർ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ തുഫൈൽ ഇബ്നു അംർ വന്നു. ഫഖാല യാ റസൂലല്ലാഹ്, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന ദൗസൻ ഖദ് അസതു വഅബതു ഫദ്ഉല്ലാഹ അലൈഹാ. ദൗസ് എന്ന ഗോത്രക്കാർ അവർ വല്ലാതെ തെറ്റ് ചെയ്യുന്നു, അവർ ഇസ്ലാമിനെതിരായി പ്രവർത്തിച്ചിരിക്കുന്നു, അവർ ഇസ്ലാമിനെ സ്വീകരിക്കുന്നില്ല. അവർ സ്വീകരിക്കുന്നില്ല, അവർ തെറ്റ് ചെയ്യുന്നു. ഫദ്ഉല്ലാഹ അലൈഹാ, അവർക്കെതിരായി പ്രാർത്ഥിക്കണം നബിയെ എന്നാവശ്യപ്പെട്ടു. ഫളന്നന്നാസു അന്നഹു യദഉ അലൈഹിം, അവർക്കെതിരെ നബി തങ്ങൾ ഇപ്പോ ദുആർക്കുന്ന് പലർക്കും തോന്നി. പക്ഷേ ഫഖാല അല്ലാഹുമ്മ ഹദി ദൗസൻ വഗ്തി ബിഹിം, നബി തങ്ങൾ ദുആ ചെയ്തത് ആ ദൗസ് ഗോത്രക്കാർക്ക് നീ സന്മാർഗം കൊടുക്കണം പടച്ചവനെ, അവരെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആയുടെ ശൈലി. മറ്റുള്ള ദുആകൾ നമ്മൾ കാണുന്നത്, ഇനി പണ്ഡിതന്മാർ തന്നെ ആരെങ്കിലും പ്രാർത്ഥിച്ചെങ്കിൽ കാണുന്നത് ആ ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ള ദുആയാണ് എന്ന് മനസ്സിലാക്കൽ ആവശ്യമുണ്ട്. ഇത് ആർക്കും പെട്ടെന്ന് മനസ്സിലാകേണ്ട ഒരു ആശയമാണ്. ഇത്തരത്തിലുള്ള ചില പ്രാർത്ഥനകൾ അല്ലെങ്കിൽ പരാമർശങ്ങൾ ഖുർആനിലോ ഹദീസിലോ മുൻഗാമികളായ പണ്ഡിതന്മാരുടെ വാചകങ്ങളിലോ കണ്ടാൽ അവിടെ നമ്മൾ മനസ്സിലാക്കണം, അത് പൊതുവേ ആണ് എന്നല്ല ആ പറയുന്നതിന്റെ അർത്ഥം. അതാണ് ഖുർആൻ പ്രത്യേകമായി പറഞ്ഞത്. ഇന്നമാ യൻഹാകുമുല്ലാഹു, അല്ലാഹു സൗഹൃദം പാടില്ലെന്ന് പറഞ്ഞത് നിങ്ങളെ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാതെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കുന്ന, നിങ്ങളോട് ശത്രുത വെക്കുന്ന കക്ഷികളെ സംബന്ധിച്ചാണ്. അല്ലാതെ നമ്മുടെ ബഹുസ്വര രാജ്യമായ ഇന്ത്യ രാജ്യത്തൊക്കെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന അമുസ്ലിം സഹോദരന്മാർക്കെതിരെ അല്ല ആ ആയത്തുകളും ഹദീസുകളും ദുആകളൊന്നും നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതുകൊണ്ടാണ് ചില പഴയകാലത്തുള്ള ചില ഏടുകൾ നോക്കിയാൽ അത്തരത്തിലുള്ള വാചകങ്ങൾ പറഞ്ഞ ഉടനെ എന്നൊക്കെ കാണാം. എന്നാണ് അതിന്റെ അർത്ഥം? അതെ, യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ഈ യുദ്ധം നടത്തുന്ന മുസ്ലിം സൈന്യത്തിന് അവർക്ക് സ്ഥിരത കൊടുക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അതേപോലെ മറുവശത്ത് പതാകയേന്തി ഇസ്ലാമിനെ നശിപ്പിക്കാൻ വന്നവരുടെ പതാക അത് താഴ്ത്തിക്കെട്ടാനുള്ള അവസരമുണ്ടാകാനുള്ള പ്രാർത്ഥനയാണ്. ഇതൊന്നും സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അന്തരീക്ഷത്തിൽ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്നവർക്കെതിരെയുള്ള പ്രാർത്ഥനയാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇതുപോലെ വേറെയും നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം, അത് അവിടുത്തെ സ്വഭാവം ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് കാരുണ്യത്തിന്റെ സ്വഭാവമാണ്, എല്ലാവർക്കും കാരുണ്യമാണ്. റഹ്മത്തുൽ ആലമീനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമീങ്ങൾക്ക് മാത്രം കാരുണ്യമല്ല, സർവ്വസൃഷ്ടികൾക്കും കാരുണ്യമാണ്. അതുകൊണ്ട് തന്നെ ഇർഹമു മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ള മുഴുവൻ ആളുകൾക്കും കാരുണ്യം ചെയ്യണം. അങ്ങനെയാണ് ഇസ്ലാം, എല്ലാവർക്കും കാരുണ്യം. അതാണ് മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞ ആ പ്രമേയത്തിന്റെ അർത്ഥം. അല്ലാതെ ഏതെങ്കിലും മനുഷ്യന്മാരെന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒക്കെ ഒപ്പം നമ്മൾ നിൽക്കണം എന്നല്ല. പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ അറിയാത്ത പലരും ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് ഖുർആൻ വർഗീയതയുടെ ഗ്രന്ഥമാണെന്ന് പ്രചരിപ്പിക്കുന്ന എത്രയോ വർഗീയവാദികളുണ്ട്. അതേപോലെ തന്നെ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി ഖുർആൻ ഉപയോഗിച്ച് തീവ്രവാദം വളർത്തുന്നവരുണ്ട്. അതിന് ഖുർആൻ ഉത്തരവാദിയല്ല. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ലഅനത്ത് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറഞ്ഞത് ഇന്നമാ ബുഇസ്തു റഹ്മ, എന്ന കാരുണ്യമായിട്ടാണ് നിയോഗിക്കപ്പെട്ടത്, ലഅനത്ത് ചെയ്യാനല്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനത്ത് ചെയ്ത ഹദീസ് ഉണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞത് പ്രത്യേക സാഹചര്യത്തിലാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുപോയി കഴുത്തിലിട്ട് കൊടുത്തു.
അവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എതിരായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹു ആകുന്ന മാലിക്കുൽ മുലൂക്കായ റബ്ബ്, ആ റബ്ബിനോട് സംഭാഷണം നടത്തുമ്പോൾ അതിനുപോലും തടസ്സം ചെയ്ത ആ ശത്രുക്കൾക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് കാണും. അത് ഒരു പ്രത്യേക സാഹചര്യമാണ്. അതുകൊണ്ട് എല്ലാവർക്കും എതിരെ പ്രാർത്ഥിച്ചു എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യമായിട്ടാണ് നിയോഗിക്കപ്പെട്ടത് എന്ന് പറയുകയും അതിനാവശ്യപ്പെട്ടവരുടെ വാചകത്തിന് വില കൊടുക്കാതെ അവിടുന്ന് എല്ലാവർക്കും കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ ഹദീസ് ഉദ്ധരിച്ചല്ലോ, അവിടെ തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. ഞാൻ പറഞ്ഞ വിഷയങ്ങളെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ എന്നോട് തന്നെ ചോദിക്കണം, അല്ലെങ്കിൽ എന്താ പറഞ്ഞതെന്ന് മനസ്സിലാക്കണം, എവിടെയാ പറഞ്ഞതെന്ന് മനസ്സിലാക്കണം. ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ തല്ലുണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു പ്രസംഗം നിങ്ങളാരും തല്ലുണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ജപ്പാനിലടക്കം ആ പ്രസംഗം എത്തും. അപ്പോൾ ആൾക്കാർ ഞങ്ങളൊന്നും തല്ലുണ്ടാക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കും. പ്രസംഗിച്ച സ്ഥലത്ത് ചിലപ്പോൾ തല്ലുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവും. അവിടെ ആയിരിക്കും പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ കാലം തന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അതൊട്ടാകെ എത്തുക എന്നുള്ളതാണല്ലോ. അപ്പൊ ഈ എത്തിയത് കഷ്ണം മുറിച്ചിട്ടിട്ട് കൊടുത്താലോ പലരും തെറ്റിദ്ധരിക്കും, ഇതെന്തൊക്കെയാ പറയുന്നതെന്ന് തോന്നും. അങ്ങനെ തോന്നണ്ടാന്നാ പറഞ്ഞത്. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ നല്ല ബോധമുള്ളവരായിരിക്കണം. ഏത് വിഷയത്തെ സംബന്ധിച്ചും ബോധമുള്ളവരായിരിക്കണം. മുസ്ലിം പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം പച്ച മലയാളത്തിൽ ദുആ ചെയ്യുന്നത് മാത്രമേ അവർ അറബിയിലും ദുആ ചെയ്യുള്ളൂ. നേരെ മറിച്ച് അറബിയിൽ ഒരു ദുആ, മലയാളത്തിൽ വേറെ ദുആ, അങ്ങനെ പഠിച്ചവന് തിരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലത് പറയാ, ചിലത് തിരിയാൻ വേണ്ടി പറയാം. അങ്ങനത്തെ വിശ്വാസവും നമുക്കില്ല. എല്ലാം അള്ളാഹ് അറിയാം. അള്ളാഹിനോട് ചോദിക്കുന്നത് അള്ളാഹ് തിരിയായിട്ടുമല്ല. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് തന്നെ പഠിച്ചവൻ എന്താ ചെയ്യേണ്ടത് തിരിയാത്തോണ്ട് പറഞ്ഞു കൊടുക്കാനാ. അങ്ങനെയല്ല, നമ്മളുടെ താഴ്മ പ്രകടിപ്പിക്കാനാണ് ദുആ. അല്ലാതെ അള്ളാഹ്ക്ക് എന്താ വേണ്ടതെന്ന് തിരിയാത്തോണ്ട് പറഞ്ഞു കൊടുക്കാനല്ല നമ്മുടെ ദുആ. നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ താഴ്മ പ്രകടിപ്പിക്കാനാണ് ദുആ. ആ ദുആ നടത്തുമ്പോൾ എന്താണോ മലയാളത്തിൽ പ്രാർത്ഥിക്കുന്നത് അതിനെയാണ് അറബിയിലും പ്രാർത്ഥിക്കുക. അറബിയിൽ എന്താ പ്രാർത്ഥിക്കുക അതിനെയാണ് മലയാളത്തിലും പ്രാർത്ഥിക്കുക. അല്ലാതെ മലയാളത്തിൽ ഒരു ദുആ അറബിയിൽ വേറൊരു ദുആ, ഇങ്ങനെയൊക്കെ യുക്തിവാദികളും നിരീശ്വരവാദികളും മതവിരോധികളും പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അറബി വാചകത്തിന്റെ അർത്ഥം ദുർവ്യാഖ്യാനം ചെയ്ത് എന്നിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. അതിലാരും പെട്ടുപോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും കാര്യമായി ഗ്രഹിച്ച് മനസ്സിലാക്കി ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ.